പ്രവാസി കേരളീയർക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിന്റെ രണ്ടാം ഘട്ട എൻറോൾമെന്റിനും പരിഷ്കരിച്ച നോർക്ക കെയർ പ്ലസ് പദ്ധതിക്കും തുടക്കമായി. ഏപ്രിൽ 12 വരെ നോർക്കയുടെ വെബ്സൈറ്റ് വഴിയും നോർക്ക കെയർ പ്ലസ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും പ്രവാസി മലയാളികൾക്ക് എൻറോൾമെന്റ് നടക്കാവുന്നതാണ്. 18നും 70 വയസ്സിനും ഇടയിലുള്ള സാധുവായ നോർക്ക ഐഡി കാർഡുള്ള ഏതു മലയാളിക്കും ഈ ഒരു പദ്ധതിയിൽ ചേരാവുന്നതാണ്. 18നും 80 വയസ്സിനും ഇടയിലുള്ള കുടുംബാംഗങ്ങളെ കൂടി ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. ഇതിൽ മാതാപിതാക്കളെയും ഭാര്യ-മാതാപിതാക്കളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. നോർക്ക കെയറിൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നോർക്ക കെയർ പ്ലസ് 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജാണ് ലഭിക്കുന്നത്. നോർക്ക കെയർ പ്ലസിൽ പ്രധാനമായും 7 തരം സ്ലാബുകളിലായിട്ടാണ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത്. ഇതിൽ 5 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള സം ഇൻഷൂർഡ് ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 10 ലക്ഷത്തിനു മുകളിലുള്ള പോളിസികളിലാണ് മാതാപിതാക്കളെ ഉൾപ്പെടുത്താനാകുന്നത്. 7 സ്ലാബുകളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നോർക്ക കെയർ പ്ലസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എൻറോൾമെന്റ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നും നോർക്ക കെയർ പ്ലസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങളുടെ നോർക്ക ഐഡി നമ്പർ കൊടുത്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലോ വാട്സാപ്പ് നമ്പറിലോ വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ നോർക്ക ഐഡി കാർഡിന്റെ ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നതാണ്. താഴെ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്നതിൽ പ്രസ് ചെയ്ത് മുന്നോട്ടു പോകുക. ഇവിടെ സം ഇൻഷുർഡ് 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള സ്ലാബുകൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യുക. 10 ലക്ഷത്തിന് മുകളിലുള്ള പ്ലാനിൽ മാത്രമാണ് മാതാപിതാക്കളെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. കവറേജ് ടൈപ്പ് എന്നതിൽ 3 ഓപ്ഷൻ കാണാം. സെൽഫ് ഓൺലി, സെൽഫ് പ്ലസ് പേരൻസ്, ഫാമിലി പോളിസി. നിങ്ങൾ ഒരാൾ മാത്രമാണ് പോളിസി എടുക്കുന്നതെങ്കിൽ സെൽഫ് ഓൺലി എന്നത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കൂടെ മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ സെൽഫ് പ്ലസ് പേരൻസ് എന്നത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും മാതാപിതാക്കളെയും ചേർക്കണമെങ്കിൽ ഫാമിലി പോളിസി എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം താഴെ കാണുന്ന ആഡ് ഫാമിലി മെമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ ഓരോ ഫാമിലി മെമ്പറുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. ഫസ്റ്റ് ഫുൾ നെയിം കൊടുക്കുക. അതിന് താഴെ നിങ്ങളുമായുള്ള റിലേഷൻ എന്താണെന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും കൊടുത്ത ശേഷം ആഡ് മെമ്പർ എന്നതിന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ ഫാമിലി മെമ്പറെയും ആഡ് ചെയ്യുക. അതിന് താഴെ ഒരു നോമിനിയെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മൊബൈൽ നമ്പറും അഡ്രസ്സും കൊടുത്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത പോളിസിയുടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം പേയ്മെന്റ് ഡീറ്റെയിലും ഫാമിലി മെമ്പർ ഡീറ്റെയിലും കാണാവുന്നതാണ്. എല്ലാം ചെക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷന്റെ 3 ബോക്സ് ടിക്ക് ചെയ്ത ശേഷം കൺഫേം ആൻഡ് പേ പ്രസ് ചെയ്ത് മുന്നോട്ടു പോകാവുന്നതാണ്. നെക്സ്റ്റ് പേജിൽ പേയ്മെന്റ് ചെയ്യാനായി പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 2 ഓപ്ഷൻ കാണാം: HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിൽ 2% സർവീസ് ചാർജ് ഈടാക്കുന്നതാണ്. ഇതിൽ നിന്നും ഒരു പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യുക. പേയ്മെന്റ് ചെയ്യാനായി ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിംഗ് ഇതിലേതുപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. പേയ്മെന്റ് സക്സസ്ഫുൾ ആയാൽ നിർബന്ധമായും എൻറോൾ നൗ ക്ലിക്ക് ചെയ്ത് എൻറോൾമെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. എൻറോൾമെന്റ് കംപ്ലീറ്റ് ആയ ശേഷം ഈ കാർഡ്, പേയ്മെന്റ് റിസീപ്റ്റ് എന്നിവ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഈ കാർഡ് വാട്സാപ്പ് വഴി, ഇമെയിൽ വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം ബാക്ക് ടു ഹോം ബട്ടൺ അമർത്തിയാൽ ഹോം പേജിലേക്ക് പോകുകയും ഇവിടെ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ കാർഡ്, പേയ്മെന്റ് റിസീപ്റ്റ് വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷനും കാണാം. ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ഇതിലൂടെ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഹോസ്പിറ്റൽ ലിസ്റ്റ്, ക്ലെയിം സ്റ്റാറ്റസ് ലൈവായി പരിശോധിക്കാവുന്നതാണ്.